എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുമോ? 2000 3000 ഒക്കെ വെച്ച് വാങ്ങിയ കസേരകളല്ലേ. ഞാൻ കാർ വാഷ് ഉപയോഗിച്ച് കഴുകി നോക്കി, പക്ഷേ കരിമ്പം പോകുന്നുണ്ട്. പക്ഷേ പോളിഷും കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രിപ്പ് ഉണ്ടാകാണ്ട് എങ്ങനെ പോക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യത്തെ ശ്രമം പാളിപ്പോയിട്ടുണ്ടെങ്കിലും ഞാൻ രണ്ടാമത്തത് കൊണ്ടുവന്നത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലെ കസേരകൾ, എല്ലാ കസേരകളും കരിമ്പിനടിച്ച് കറുത്ത് പോയി. അതിൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി കളറും വെറൈറ്റി സൈസും കസേരകളുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കളയാൻ പറ്റുമോ? നല്ല വില കൊടുത്ത് വാങ്ങിയ കസേരകളല്ല. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു പോംവഴി എന്തെങ്കിലും കാണണമല്ലോ. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, ഒന്നും ഫലിക്കുന്നില്ല. ലാസ്റ്റ് നമ്മളെ ഒരു സാധനം കിട്ടി. ആ ഒരു സാധനം ബെസ്റ്റായിരുന്നു. അതിന് കസേരക്ക് ഒന്നും ഹാർഡ് വർക്കൊന്നും ചെയ്യണ്ട, നൈസായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ഒരു കസേരകളൊക്കെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. കരിമ്പനടിച്ച് ഒരു ആളെ മുന്നിലിടാൻ പറ്റാത്ത രീതിക്ക് കരിമ്പനടിച്ച് പോയിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലീനിങ്ങും പരാജയപ്പെട്ടതെന്ന് വെച്ചാൽ സോപ്പ് പൊടി, ലിക്വിഡ് എല്ലാം കൊണ്ടും കഴുകിയിട്ടുണ്ടായിരുന്നു. ഒന്നും ഫലിക്കുന്നില്ല. അങ്ങനെയാണ് കാർ വാഷ് ഉപയോഗിക്കുന്നത്. കാർ വാഷ് ഇതുപോലെ തന്നെ പ്രശ്നമാണ്, ഒരു ഗ്രിപ്പ് വരിക. പിന്നെ ഒരു ക്ലോറക്സും കൂടെ ഉണ്ട്. ക്ലോറക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുകൊണ്ട് ക്ലീനായിട്ട് സക്സസ്ഫുള്ളായൊരു വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ ഒരുപാട് ലൈക്കും ഒരുപാട് വ്യൂവേഴ്സും ഉണ്ടായിരുന്നു. ഈ ക്ലോറക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. നമ്മളെ ഡ്രസ്സിലാതെ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ പെട്ടെന്ന് വെളുത്തു പോകും ഈ ക്ലോറക്സിൻ്റെ ഒരു പവർ കൊണ്ടേ. അതുപോലെ ഒരു ഗ്ലൗസും ഒരു മാസ്കൊക്കെ ഇടുന്നത് നല്ലതാന്നേ ഉള്ളൂ, ഇടണം നിർബന്ധമൊന്നുമില്ല. കഴുകിയാൽ പോവും. അതുപോലെ ഒരു കോട്ടൻ്റെ അകത്താക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് കസേരമല്ല ഈ കരിമ്പനുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ക്ലോറക്സ് ഡയറക്റ്റാണ് തേക്കേണ്ടത്. ഒരു ഗ്ലാസ്സിലൊഴിച്ച് അത് തേച്ച് കൊടുക്കണം. അതുപോലെ എൻ്റെ ഒരു പാൻറ്റിലേക്ക് ക്ലോറക്സ് കഴിഞ്ഞിട്ട് കളർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷിക്കുക, പരമാവധി സൂക്ഷിച്ചില്ല നമുക്ക് പണി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നല്ല കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ക്ലോറക്സ്. ഒരു കോട്ടൺ പഞ്ഞോ കോട്ടൺ തുണിയോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ബ്രഷ് കൊണ്ടൊക്കെ ആക്കുമ്പോൾ ബ്രഷിൻ്റെ നാരും വന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കോട്ടൺ തുണിയോ ഉപയോഗിച്ച് ഈ കരിമ്പനടിച്ച ഭാഗത്തെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ച് വിടണം. ഷോർട്സിൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റിയില്ല എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയും കൂടെ ഇട്ടത്. ഈ ഷോർട്സിൽ ഒരുപാട് കമൻറ്റുകളുണ്ടായിരുന്നു. കളർ കസേരകളൊക്കെ ഇങ്ങനെ കരിമ്പനടിച്ചത് പോകാൻ പറ്റുമോ? വെള്ളം മാത്രമല്ലേ പറ്റൂ? വെള്ളമേലാണ് ഞാൻ ഷോർട്സ് കാണിച്ചത്. അതുകൊണ്ട് എല്ലാ കസേരകളിലും പറ്റുമോ? പച്ച കസേരയിൽ പറ്റുമോ? വെള്ള കസേരമേല മാത്രമല്ലേ പറ്റൂ എന്നൊക്കെ ചോദിച്ച ചോദ്യത്തിനും കൂടെ ഒരു ഉത്തരവും കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ കസേരകളും പോവും. എല്ലാ കസേരയും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കസേരയും നല്ല ബ്രാൻഡഡ് കസേരകളാണ് കറക്റ്റ് പോകുന്നുണ്ട്. ഈ ലോക്കൽ 200 റുപ്യേൻ്റെ എല്ലാം കസേര ഇങ്ങനെ ക്ലോറക്സ് ആകുമ്പോൾ കുറച്ചുകൂടി വെളുത്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ടൈപ്പ് കസേരയൊക്കെ അല്ലാത്ത കസേരയൊക്കെ എല്ലാം പോകുന്നുണ്ട്. നമുക്കറിയാലോ ക്വാളിറ്റി ഫൈബറിൻ്റെ സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പ്ലാസ്റ്റിക് കൂടുതലാണെങ്കിൽ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വെള്ള നിറായി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു എന്താ പറയുക, അതിന് വേറെ കരിമ്പൻ എന്നല്ല പറയുക, ഒരു നരച്ച പോലെയായി പോവുക. അത് ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഡ്രസ്സിലാകാതെ സൂക്ഷിക്കുക. എൻ്റെ പാൻറ്റിൻ്റെ കോലം കണ്ടില്ലേ, പുതിയ പാൻറ്റായിരുന്നു. എന്തായാലും നിങ്ങളും കൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇതിലിടുന്നത്, ആർക്കും ഈ ഒരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളറായി പോകും. ബ്ലാക്ക് ഷെയ്ഡുള്ള പാൻറ്റിൻ്റെ കോലം കണ്ടില്ലേ, ഈ ഒരു വെള്ള നിറത്തിലായിപ്പോയില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റോ 3 മിനിറ്റോ കഴിഞ്ഞിട്ട് ഇത് കഴുകിക്കളയണം. വാട്ടർ പ്രഷർ പമ്പ് കൊണ്ട് തന്നെ അടിച്ചാലും അല്ലെങ്കിൽ പാട്ടയിൽ വെള്ളം എടുത്ത് ഒഴിച്ചാൽ കഴിയാലും നല്ല വൃത്തിയായി കിട്ടും. ഒരുപാടൊന്നും ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് പുരട്ടി കൊടുത്ത് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, കഴുകി കളഞ്ഞാൽ മതി. അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ പുരട്ടുമ്പം തന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് കളറായി വന്നില്ലേ. വെള്ള കസേരയൊക്കെ നല്ല ബ്ലാക്ക് കളറായിരുന്നു നേരത്തെ. ഇപ്പോൾ അതെല്ലാം കൂടെ നല്ല സുന്ദര കുട്ടപ്പനായില്ലേ. ഇതാണ് ഈ ക്ലോറക്സ് കൊണ്ടുള്ള ഉപകാരം. പോളിഷൊന്നും പോയിട്ടില്ല, വലിയ ഹാർഡ് വർക്കും ഇല്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ക്ലോറക്സ് സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് കിട്ടുന്നുണ്ട്. എൻ്റെ ഷോർട്സിൻ്റെ കമൻസ് കണ്ട് ഇതവിടെ കിട്ടും എന്നുള്ളൊരു കമൻസൊക്കെ കണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. 10-35 റുപ്യയുള്ളൂ ചെറുത് കുപ്പിക്ക്. അപ്പോൾ ഒരു 4 കസേര 5 കസേരയൊക്കെ എല്ലാം ഇത് ധാരാളമാണ്. അപ്പോൾ ഒരു കോട്ടൺ തുണിയിലാക്കുക, ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റോ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അതെന്ത് ചെയ്യുക, ശേഷം കുറച്ചൊന്ന് ഹാർഡായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ കഴുകിപ്പോവും. ഈ ഒരു ടൈപ്പ് കസേരയായിരുന്നു കേട്ടോ. ഈ ഒരു ടൈപ്പ് കസേര ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ കണ്ടില്ലേ, ഇത്രയും കരിമ്പനടിച്ച കസേരയാണ് നമുക്ക് എന്ത് ചെയ്തത് ഇപ്പോൾ ഇതുപോലെ വൃത്തിയായി വന്നത്. ഇതിപ്പം നല്ല പുതിയ കസേര പോലില്ലേ, ഒരു കച്ചറയില്ല. അപ്പോൾ നമുക്കൊരു 35 റുപ്യ കൊണ്ട് ഒരു 10ഓളം കസേരകൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഒരു ഉപകാരപ്രദമായ